രാം നാരായൺ റാം. ധർമ്മം ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശം അല്ലെങ്കിൽ സ്വത്തായിക്കൊണ്ടല്ല. ധർമ്മം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇത് എല്ലാവർക്കും തുല്യമാണ്. ധർമ്മവും രാഷ്ട്രീയവും ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. ഇവയിൽ ഒന്നിനെ പോലും മാറ്റിക്കളഞ്ഞാൽ അത് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാകും. എല്ലാവരും ധർമ്മത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. ധർമ്മത്തിൻ്റെ മൗലികമായ സന്ദേശം ഇതാണ്: നമ്മൾ നമ്മുടെ വിവേകത്തിൻ്റെയും അന്തർബോധത്തിൻ്റെയും കീഴിൽ ജീവിക്കണം. നമ്മളെ വളരെ സുന്ദരമായും ലളിതമായും സൂക്ഷിക്കണം. വെള്ളവും വായുവും എങ്ങനെ സ്വാഭാവികവും ലളിതവുമാണ്, അതുപോലെ തന്നെയാണ് നമ്മുടെ പെരുമാറ്റവും ആകേണ്ടത്. വേണ്ടപ്പോൾ വെള്ളവും വായുവും സ്വീകരിക്കാൻ കഴിയും, വേണ്ടെന്ന് വന്നാൽ വിടാനും കഴിയും. ഇന്നത്തെ സമൂഹം ജാതിയും മതവും പേരിലാക്കി ഭൂമിയെ പല ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇങ്ങനെ തുടർന്നാൽ ലോകം മുഴുവൻ ഒരുത്തനെ മറ്റൊരുത്തൻ്റെ ശത്രുവാക്കാൻ അധിക സമയം വേണ്ടിവരില്ല. നമുക്ക് ശത്രുതയുടെ സന്ദേശം നൽകേണ്ടതല്ല, സ്നേഹത്തിൻ്റെ സന്ദേശം പകരേണ്ടതാണ്. ഹൃദയങ്ങളിൽ വെറുപ്പിൻ്റെ പകരം സ്നേഹത്തിൻ്റെ വിത്തുകളാണ് നാം വിതയ്ക്കേണ്ടത്. നമ്മുടെ ഭാരതത്തിന് അത്തരം ഒരു ആത്മീയ ശക്തിയുണ്ട്. അത് എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ കഴിയും. അതിനായി നമ്മളെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കേണ്ടതുണ്ട്. നാം മറന്നുപോകുന്നത് ഇതാണ്: നമ്മൾ എല്ലാവരും 5 തത്വങ്ങളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മിൽ എല്ലാവർക്കും തുല്യമായ ഹൃദയവും ബുദ്ധിയും ഉണ്ട്. പക്ഷേ നമ്മൾ ഹൃദയത്തിലും മനസ്സിലും സാന്ദ്രതയും നെഗറ്റിവിറ്റിയും വളർത്തുന്നു എന്നതും മറ്റുള്ളവർക്കായി നന്മ ആഗ്രഹിക്കണോ അല്ലെങ്കിൽ അനർത്ഥമോ ചെയ്യണോ എന്നതുമാണ് പ്രധാനമായത്. ഇത് എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുള്ളതാണ്. ധർമ്മം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഈ ഭൂമിയിൽ ധർമ്മത്തെ ഒരു വ്യാപാരമാക്കി മാറ്റുന്നവരെ ബഹിഷ്കരിക്കണം. ചിലർ മതത്തെ ഒരു ബിസിനസ്സായി മാറ്റിയിരിക്കുന്നു. നമുക്ക് അവരെ തിരിച്ചറിയാനും യുക്തമായ ശിക്ഷ നൽകാനും കഴിവുണ്ടായിരിക്കണം. ധർമ്മം ഒരു വസ്തുവാദ സത്യമാണ്, അതിന് നിലനിൽപ്പുണ്ട്. ധർമ്മത്തെ നമുക്ക് നമ്മുടെ ധനം, മനസ്സ്, ശരീരം എന്നിവയുടെ വഴി മനസ്സിലാക്കണം. നാം ധർമ്മത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയാകും. ധർമ്മം എന്നത് വെറും പ്രതിഷ്ഠാപനവും പ്രതിമാപൂജയും അല്ല. ഇത് ജാതിവിവേചനവും അല്ല. ധർമ്മം എന്നു പറയുന്നത് ആരെങ്കിലും ഒരു ഹിന്ദുവാണോ മുസ്ലിമോ സിഖ് ആണോ ക്രിസ്ത്യാനിയോ എന്നതും അല്ല. നാം വെള്ളം വിഭജിക്കാനാകില്ല, സൂര്യൻ്റെ പ്രകാശം വിഭജിക്കാനാകില്ല, വായുവും വെള്ളവും വേർതിരിക്കാനാകില്ല. അതുപോലെ തന്നെ ധർമ്മവും വിഭജിക്കാനാകില്ല. വിഭജനത്തിൻ്റെ ആശയം ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. തങ്ങളെ തന്നെ രാം നാരായൺ റാമിന് സമർപ്പിക്കണം. ഏതു വ്യക്തിയും രാം നാരായൺ റാമുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ജീവിതം താനെ ശാന്തമാകുന്നു. രാം നാരായൺ റാം നൽകുന്ന പ്രധാന പാഠം ഇതാണ് എന്നും പോസിറ്റീവ് ആലോചിക്കുക. ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക. സാധ്യമായിടത്തോളം മറ്റു ആളുകളുടെ നന്മക്കായി പ്രവർത്തിക്കുക. രാം നാരായൺ റാം വഴി സമൂഹത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റുന്നതിനായി സതതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.